ഈ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് മയക്കുമരുന്ന് ഉപയോഗവുമായിട്ട് ബന്ധപ്പെട്ട് നടൻ ഷൈൻ ടോം ചാക്കോയ്ക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ, ഞങ്ങളുടെ സഹപ്രവർത്തകയായ വിൻസി അലോഷ്യസ് നൽകിയ പരാതി, ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഞങ്ങൾ നിങ്ങളെ കാണുന്നത്. നിങ്ങളൊരു പക്ഷേ ഓർക്കുമായിരിക്കാം, കഴിഞ്ഞ മാസം അവസാനം ഞങ്ങൾ 25-ാം തീയതിയാണെന്നാണ് എൻ്റെ ഓർമ്മ, ഫൈൻ ആർട്സ് ഹാളിൽ വെച്ച് ചേർന്ന ഫെഫ്കയുടെ ഒരു വിപുലമായ നേതൃയോഗം, ഫെഫ്കയുടെ 21 യൂണിയനുകളും പങ്കെടുത്ത 21 യൂണിയനുകളുടെയും ഭരണസമിതി അംഗങ്ങൾ പങ്കെടുത്ത വിപുലമായ ഒരു യോഗത്തിൽ വെച്ച് സംസ്ഥാനത്തെ എക്സൈസ് കമ്മീഷണർ ഫെഫ്കയുടെ ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി. അത് ഒരു ലഹരി വിരുദ്ധ സ്ക്വാഡ് എല്ലാ ഷൂട്ടിംഗ് ലൊക്കേഷനിലും രൂപീകരിച്ചുകൊണ്ടുള്ളൊരു നടപടിയായിരുന്നു. മയക്കുമരുന്ന് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും വലിയ ഭീഷണിയായിട്ട് വരുമ്പോൾ പല വിധത്തിലുള്ള ആരോപണങ്ങളും വാർത്തകളും സിനിമാ രംഗത്തെ ചുറ്റിപ്പറ്റി വരുമ്പോൾ ഞങ്ങൾ തൊഴിലെടുക്കുന്ന മേഖല ലഹരി വിമുക്തമാണ് എന്ന് ഉറപ്പ് പൊതുസമൂഹത്തിന് കൊടുക്കേണ്ട ബാധ്യത, ഉത്തരവാദിത്തപ്പെട്ട ഒരു തൊഴിലാളി യൂണിയൻ എന്ന നിലയിൽ ഞങ്ങൾക്കുണ്ട്. ആ ഉത്തമ ലക്ഷ്യം മുൻനിർത്തിയാണ് ഞങ്ങൾ അന്ന് എക്സൈസ് കമ്മീഷണർ ഉദ്ഘാടനം ചെയ്ത ഞങ്ങളുടെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ അന്നവിടെ തുടക്കി വെച്ചത്. അതിനുശേഷം വളരെ ഫലപ്രദമായിട്ട് ആ കമ്മിറ്റികൾ എല്ലാ ലൊക്കേഷനിലും ഇപ്പോൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിന് തൊട്ടടുത്ത ദിവസങ്ങളിലാണ് ഈ പരാതി ഉണ്ടാവുന്നത്. അപ്പോൾ എല്ലാ സംഘടനകളെയും ബന്ധപ്പെട്ട കൂട്ടത്തിൽ വിൻസി അലോഷ്യസ് ഫെഫ്കയുമായി ബന്ധപ്പെട്ടിരുന്നു, ടെലിഫോണിലൂടെ സംസാരിച്ചിരുന്നു ഞാനുമായി. അപ്പോൾ അവരന്ന് പറഞ്ഞ ഒരു കാര്യം, അവർ ആരോപണം ഉന്നയിക്കുന്നത് ആർക്കെതിരെയാണോ അയാളുടെ പേര്, ഏത് സിനിമയിൽ വർക്ക് ചെയ്യുമ്പോഴാണോ അത് ഉണ്ടായത് ആ സിനിമയുടെ പേര് തുടങ്ങിയ കാര്യങ്ങൾ ഒരു തരത്തിലും പൊതുസമൂഹത്തിൻ്റെ ശ്രദ്ധയിൽ വരരുത് എന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ അവരോട് പറഞ്ഞത്, ഇതിൻ്റെ നിയമാനുസൃത നടപടി എന്ന് പറയുന്നത് ആ സിനിമയുടെ IC-യിൽ പരാതി കൊടുക്കുക എന്നുള്ളതാണ്. അത് നിങ്ങൾ ചെയ്യൂ. ഞങ്ങൾക്ക് ഏതായാലും നിങ്ങൾ ഒരു റിട്ടേൺ കംപ്ലൈൻറ്റ് തരേണ്ടതില്ല. നിങ്ങൾ IC-യിൽ പരാതി കൊടുത്താൽ IC അത് അവധാനതയോടുകൂടി കൈകാര്യം ചെയ്യും എന്നുള്ള ഉറപ്പാണ് നമ്മൾ കൊടുത്തത്. അതിനുശേഷം അവർ IC-യിൽ പരാതി കൊടുക്കുന്നുണ്ട്, നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് പരാതി കൊടുത്തു, അമ്മയ്ക്ക് പരാതി കൊടുത്തു, ഫിലിം ചേംബറിൽ പരാതി കൊടുത്തു. ആ പ്രോസസ്സ് നടന്ന് ഇന്നലെ ആയിരുന്നു അതിൻ്റെ IC. ആ IC-യുടെ റിപ്പോർട്ട് ഇതുവരെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പുറത്തുവിട്ടിട്ടില്ല. ഞങ്ങൾ മനസ്സിലാക്കുന്നത് പൂർണ്ണമായും നിയമാനുസൃതമായ നടപടി എന്ന് പറയുന്നത് ഒരു IC റിപ്പോർട്ട് കൊടുക്കേണ്ടത് ആ പടത്തിൻ്റെ നിർമ്മാതാവിനാണ്. ആ നിർമ്മാതാവ് തുടർ നടപടികൾ സ്വീകരിക്കേണ്ടത് ആ നിർമ്മാതാവാണ്. പക്ഷേ സിനിമ എന്നുള്ളത് ഒരു സിനിമയ്ക്ക് ഒരു നിർമ്മാതാവ് എന്നുള്ളത് കൊണ്ട് നിർമ്മാതാവ് അത് നിർമ്മാതാക്കളുടെ അസോസിയേഷന് കൈമാറും, അവരാണ് തുടർ നടപടി സ്വീകരിക്കേണ്ടത്. പക്ഷെ ഞങ്ങൾ ഇന്നലെ അമ്മയുടെ പ്രതിനിധികളുമായിട്ട് സംസാരിച്ചു. അവരെ ഞങ്ങൾ ക്ഷണിച്ച് ഞങ്ങളുടെ ഓഫീസിലായിരുന്നു കൂടിക്കാഴ്ച. അമ്മയുടെ പ്രതിനിധികളായിട്ട് ഞങ്ങളുടെ ഒപ്പം ചർച്ചയിൽ പങ്കെടുത്തത് സരയു, അൻസിബ, വിനു മോഹൻ എന്നിവരായിരുന്നു. ഫോണിലൂടെ ഞങ്ങൾ ശ്രീ മോഹൻലാലുമായിട്ട് സംസാരിച്ചു, ശ്രീ ജയൻ ചേർത്തലയായിട്ടും സംസാരിച്ചു. അപ്പം ഞങ്ങൾ അവരോട് അറിയിച്ച ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾക്ക് ഇത്തരത്തിൽ സിനിമാ പ്രവർത്തനമായിട്ട് മുമ്പോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. ലഹരി വിരുദ്ധ ക്യാമ്പയിനും നമ്മളുടെ തൊഴിലിടം ലഹരി മുക്തമാണ് എന്ന് ഉറപ്പുവരുത്തുന്ന വളരെ ദൃഢമായിട്ടുള്ള ഒരു പ്രവർത്തനം നടത്തുന്നതിനിടയിൽ ഇങ്ങനെയുള്ള പെരുമാറ്റം അല്ലെങ്കിൽ ഇങ്ങനെയുള്ള രീതികൾ അമ്മയുടെ അംഗങ്ങൾ സ്വീകരിച്ചാൽ ഞങ്ങൾക്ക് അതിനോട് പൊരുത്തപ്പെട്ടു പോകാൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് ഞങ്ങൾ അറിയിച്ചു അവർ. ഇത് ഞങ്ങളുടെ അംഗങ്ങൾക്കും ബാധകമാണ് കേട്ടോ.
ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു മേക്കപ്പ് മാൻ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും, RJ വയനാട്, അയാളെ ലഹരിയുമായി അയാളെ പിടിക്കപ്പെട്ടപ്പോൾ ആ ദിവസം തന്നെ അയാളെ ഞങ്ങൾ സസ്പെൻഡ് ചെയ്തു, തൊഴിലിടത്തിൽ നിന്ന് മാറ്റി നിർത്തിയിരിക്കുക. അദ്ദേഹം വർക്ക് ചെയ്ത സിനിമ ഇപ്പോൾ പുനരാരംഭിച്ചിട്ടുണ്ട് കോതമംഗലത്ത്, അല്ലേ, ടിക്കി ടാക്ക. അതിൽ അദ്ദേഹം വർക്ക് ചെയ്യുന്നില്ല. അപ്പോൾ അത്തരത്തിൽ വളരെ കർശനമായ നടപടികൾ ഞങ്ങളുടെ അംഗങ്ങൾക്ക് എതിരെ സ്വീകരിക്കുമ്പോൾ ഇങ്ങനെ ഒരു ആക്ടറിൽ നിന്ന് ഇതുണ്ടാവുന്നത് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. ഇപ്പം ഞാൻ നിങ്ങളെ കാണുമ്പോൾ തൊട്ടു മുമ്പ് ഞങ്ങൾ ഷൈൻ ടോം ചാക്കോയെ ഇവിടെ വിളിച്ചു വരുത്തി. ഞങ്ങൾ ഷൈൻ ടോം ചാക്കോയായിട്ട് സംസാരിച്ചു. അത് അദ്ദേഹത്തിൻ്റെ സംഘടനയായ അമ്മയെ അറിയിച്ചതിന് ശേഷമാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത്. ആ സംഘടനാ മര്യാദ ഞങ്ങൾ കാണിച്ചിട്ടുണ്ട്. ഞങ്ങൾ കൃത്യമായിട്ട് അദ്ദേഹത്തെ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം വളരെ പ്രൊഫഷണലായിട്ടുള്ള അസിസ്റ്റൻസ് തേടേണ്ടതുണ്ട്. അദ്ദേഹത്തിന് ഈ ശീലത്തിൽ നിന്ന് വെളിയിൽ വരാൻ അദ്ദേഹം അത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് ഞങ്ങളോടും സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ ആ ശീലത്തിൽ നിന്ന് വെളിയിൽ വരണമെങ്കിൽ അദ്ദേഹത്തിന് കൃത്യമായിട്ടുള്ള ഒരു പ്രൊഫഷണൽ അസിസ്റ്റൻസ് ആവശ്യമുണ്ട്. അതിൽ അദ്ദേഹം തിരുത്തണം. അദ്ദേഹത്തിന് ഇത് കൊടുക്കുന്ന അവസാനത്തെ അവസരമാണ്. ഒരു തരത്തിലും ഇനി ഇത്തരത്തിലുള്ള പെരുമാറ്റവുമായിട്ട് മുമ്പോട്ട് പോകുന്ന ആളുകളുമായിട്ട് സഹകരിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. അത് ഞങ്ങളുടെ അംഗങ്ങളാവട്ടെ ആരുമാവട്ടെ. ഇത് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങളുടെ അറിവിലേക്ക് ഞാൻ പറയുകയാണ്, കഴിഞ്ഞ 6 മാസത്തിനിടയിൽ സിനിമ നിർമ്മാണം 45% കുറഞ്ഞിട്ടുണ്ട്. 45% കുറഞ്ഞിട്ടുണ്ട്. കോർപ്പറേറ്റുകൾ അല്ലെങ്കിൽ വളരെ റെപ്യൂട്ടഡ് ആയിട്ടുള്ള നിർമ്മാതാക്കൾ തുടങ്ങിയവർ മലയാള സിനിമയിൽ മുതൽ മുടക്കാൻ ഇപ്പോൾ അത്രയധികം തയ്യാറാവുന്നില്ല. കാരണം എന്താണ്? കഴിഞ്ഞ 6 മാസത്തിനുള്ളിൽ വന്ന സംഭവ വികാസങ്ങൾ നിങ്ങൾ ആലോചിക്കുക. ഇപ്പോൾ പൂർണ്ണമായും വരുന്ന ഒരു ചിത്രം എന്താണ്? മലയാള സിനിമയിൽ ഡ്രഗ് കാർട്ടൽ ഭയങ്കരമായിട്ട് പിടിമുറുക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഞാൻ മാധ്യമങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല. ഒന്നിനു പുറകെ മറ്റൊന്നായി വരുന്ന വാർത്തകൾ ചേർന്ന് അങ്ങനെ ഒരു പൊതുചിത്രം നിർമ്മിക്കുന്നുണ്ടെങ്കിൽ അതിന് മാധ്യമങ്ങളെ പഴിചാരിച്ചിട്ട് കാര്യമില്ല. പക്ഷേ ഈ ഇൻഡസ്ട്രി, ഈ വ്യവസായം അടുത്ത 2-3 മാസത്തിനുള്ളിൽ പൂർണ്ണമായും നിശ്ചലമായാൽ പോലും അത്ഭുതപ്പെടാനില്ല. ആ രീതിയിലാണ് പ്രൊഡക്ഷൻ താഴോട്ട് പോകുന്നത്. OTT പ്ലാറ്റ്ഫോമുകൾ ഇന്ത്യയിലെമ്പാടും സിനിമ എടുക്കുന്നതിൽ വളരെ കർശനമായ വ്യവസ്ഥ കൊണ്ടുവരുന്നു. മലയാള സിനിമയിൽ അതിനെയാണ് അത് ഏറ്റവും അധികം ബാധിച്ചിട്ടുള്ളത്. അപ്പം മുതൽ മുടക്കാൻ ആളുകളില്ല, റവന്യൂ വെർട്ടിക്കലുകൾ മോശമാകുന്നു. പിന്നെ ഈ വ്യവസായത്തിൻ്റെ നിലനിൽക്കുന്ന അന്തരീക്ഷത്തെക്കുറിച്ച് ഉണ്ടാകുന്ന പൊതുചിത്രം ഒട്ടും പ്രോത്സാഹനജനകമല്ല. അങ്ങനെ ഒരു അവസ്ഥയിൽ ഇത്തരം പെരുമാറ്റ ശീലങ്ങളുള്ള ആളുകളുമായി സഹകരിച്ച് മുമ്പോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ്. അദ്ദേഹമായിട്ട് തുറന്ന് ഞങ്ങൾ സംസാരിച്ചു. അദ്ദേഹത്തിൻ്റെ കുടുംബമുണ്ടായിരുന്നു. അദ്ദേഹം ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരവസരം കൂടി വേണം എന്നാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ഇത് ഞാൻ നിങ്ങളോട് തുറന്ന് പറയുകയാണ്. അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്, അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ നിങ്ങളെ അറിയിക്കുമെന്നും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അദ്ദേഹത്തിന് ഒരവസരം കൂടി വേണം എന്നുള്ളതാണ്. ഷൈൻ പ്രതിഭാധനനായ ആക്ടറാണ്, ചെറുപ്പക്കാരനാണ്. നമ്മൾ കുറ്റവാളികളെ കാണുന്നത് പോലെയല്ല ഇങ്ങനെയുള്ളവരെ കാണേണ്ടത്. ഇങ്ങനെ ഉള്ള ശീലങ്ങളിൽ അടിപ്പെട്ടു പോകുന്നവരെ അവർക്ക് തിരുത്താൻ ഒരു അവസരം കൊടുക്കുക എന്നുള്ളതാണ് മാനുഷികമായിട്ടുള്ള നിലപാട് എന്ന് പറയുന്നത്. പക്ഷേ ആ മാനുഷികമായിട്ടുള്ള നിലപാടിനെ ദൗർബല്യമായി വ്യാഖ്യാനിക്കേണ്ടതില്ല. കർക്കശമായ സമീപനമാണ് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ളത്. അദ്ദേഹത്തോട് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഈ കാര്യങ്ങൾ പരിഹരിച്ച് വന്നാൽ മാത്രമേ അദ്ദേഹവുമായിട്ട് ഞങ്ങൾക്ക് സഹകരിക്കാൻ സാധിക്കൂ. അത് പരിഹരിക്കും എന്നാണ് അദ്ദേഹം ഞങ്ങൾക്ക് ഉറപ്പ് നൽകിയിരിക്കുന്നത്. ആ ഉറപ്പ് വിശ്വസിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ ഇവിടെ നിന്ന് ഞങ്ങൾ യാത്ര അയച്ചിരിക്കുന്നത്. ആ ഉറപ്പ് അദ്ദേഹം പാലിച്ചാൽ എനിക്ക് തോന്നുന്നു മലയാള സിനിമയിൽ ഏറ്റവും നല്ലൊരു നടനെ നമുക്ക് നിലനിർത്തിക്കൊണ്ടു പോകാൻ പറ്റും. പാലിച്ചില്ലെങ്കിൽ അത് ഞങ്ങൾക്കും അദ്ദേഹത്തിനും ഒരുപോലെ ദുഃഖകരമായ തീരുമാനങ്ങളിലായിരിക്കും അത് കലാശിക്കുക. ഇത് ഒരു ഷൈൻ ടോം ചാക്കോയിൽ ഒതുങ്ങുന്നില്ല എന്നും ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്നത് ഒരു സിംറ്റം മാത്രമാണ്. ഒരുപാട് ആളുകളുണ്ട്. അതായത് മറ്റുള്ളവരുടെ സമയത്തിനും അധ്വാനത്തിനും ഒട്ടും വില കൽപ്പിക്കാത്ത ആളുകളുണ്ട്. അങ്ങനെ ഉള്ളവരെ കുറിച്ചിട്ടുള്ള നിരന്തരമായിട്ടുള്ള പരാതികൾ ഫെഫ്കയ്ക്കും നിർമ്മാതാക്കളുടെ അസോസിയേഷനും ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്.
അങ്ങനെയുള്ളവരെ എല്ലാം വരുന്ന ദിവസങ്ങളിൽ നേരിട്ട് കാണാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. കൃത്യമായിട്ടുള്ള പരാതികളുള്ളവരെ നേരിട്ട് വിളിച്ചു വരുത്തുവാനും കാണുവാനും സംസാരിക്കാനുമാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്നാൽ മാത്രമേ ഇവിടെ ഒരു ശുദ്ധീകരണം എന്ന വാക്ക് ഞാൻ ഉദ്ദേശിക്കുന്നില്ല, പക്ഷെ ഒരു തിരുത്തലെങ്കിലും ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ ഇന്നു മുതൽ എല്ലാ ലൊക്കേഷനിലും ഞങ്ങളൊരു ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. ദിസ് വർക്ക് സ്പേസ് ഈസ് ഡ്രഗ് ഫ്രീ എന്ന് പറയുന്ന ക്യാമ്പയിൻ. നാളെ മുതൽ നിങ്ങൾക്ക് അതിൻ്റെ വിഷ്വൽസ് കിട്ടിത്തുടങ്ങും. ഇന്ന് സത്യനന്ദിക്കാട് മോഹൻലാൽ ചിത്രത്തിൻ്റെ ലൊക്കേഷനിൽ അതുണ്ടായി. ജയസൂര്യ, മിഥുൻ മാനുവൽ നിർമ്മിക്കുന്ന ജയസൂര്യയുടെ ലൊക്കേഷനിൽ അത് ഉണ്ടായിട്ടുണ്ട്. എബ്രിഡ് ഷൈൻ്റെ ലൊക്കേഷനിൽ അത് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഏതൊക്കെ ലൊക്കേഷനിലാണ് ഉണ്ടായിരിക്കുന്നത്? ആസിഫ് അലിയുടെ ലൊക്കേഷനിൽ ഇന്നിപ്പോൾ വൈകുന്നേരം അതുണ്ടാവും. അതിൻ്റെ ചിത്രങ്ങളെല്ലാം നാളെ ഞങ്ങൾ പബ്ലിഷ് ചെയ്യുന്നതാണ്, വീഡിയോ ഉൾപ്പെടെ പബ്ലിഷ് ചെയ്യുന്നതാണ്. ഞങ്ങൾ ചെറിയ ഈ ഷോർട്ട് ഫിലിമുകൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഈ ക്യാമ്പയിൻ്റെ ഭാഗമായി നിർമ്മിക്കാനും ഉദ്ദേശിക്കുന്നുണ്ട്. എന്തായാലും പൊതുസമൂഹം ഇപ്പോൾ എടുക്കുന്നൊരു നിലപാടുണ്ടല്ലോ, കേരളം ലഹരി വിമുക്തമാകണം എന്നുള്ളത്. അതിനൊപ്പമാണ് ഞങ്ങൾ ഏതായാലും നിശ്ചയദാർഢ്യത്തോടെ ഞങ്ങളുടെ തൊഴിലിടത്തെയും ലഹരി മുക്തമാക്കാനുള്ള ശ്രമങ്ങളിലാണ് ഞങ്ങളിപ്പോൾ. അത് ആത്മാർത്ഥമായി ഞങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതാണ്, കാർക്കശ്യത്തോടെ മുമ്പോട്ട് കൊണ്ടുപോകുന്നതാണ്. അതോടൊപ്പം മാനുഷികമായ പരിഗണനകൾ മുമ്പിൽ വെച്ചുകൊണ്ട് മുമ്പോട്ട് കൊണ്ടുപോകുന്നതാണ്. ഇത്രയാണ് എനിക്ക് നിങ്ങളോട് പറയാൻ. ഞാൻ പറഞ്ഞതിൽ നിന്ന് വ്യക്തമാണ്. അതെ, ഞങ്ങൾ IC റിപ്പോർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. ഞങ്ങൾ അതിൻ്റെ ലീഗാലിറ്റിയെ ഒട്ടും തന്നെ ഡിസ്റപ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു കാര്യം ഞാൻ പറയുന്ന പല മാധ്യമ വാർത്തകളിലും ഞാൻ കണ്ടു, ഒത്തുതീർപ്പിലായി, അതുപോലെ ഇതിനാണോ നമ്മൾ ഈ പങ്കപ്പാടെല്ലാം ഉണ്ടായത് എന്നുള്ള മട്ടിലുള്ള വാർത്തകളൊക്കെ ഞാൻ കണ്ടു. ഒരു കാര്യം ഞങ്ങൾക്ക് ഉറപ്പ് നൽകാം, അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കുട്ടിയോട് ചോദിക്കാവുന്നതാണ്. ഒരു തരത്തിലുള്ള ഇടപെടലും നിർമ്മാതാക്കളുടെ അസോസിയേഷനോ ഫെഫ്കയോ ആക്ടേഴ്സ് അസോസിയേഷനോ പിന്നെ വിൻസിയുടെ മുകളിൽ നടത്തിയിട്ടില്ല. ഒരു തരത്തിലുള്ള സ്വാധീനത്തിന് ശ്രമിച്ചിട്ടില്ല. അവരോട് ഞങ്ങൾ ആവശ്യപ്പെട്ടത് ഒരു ഭയവും കൂടാതെ നിങ്ങൾക്ക് തുറന്ന് സംസാരിക്കാം. അവർ തുറന്ന് സംസാരിച്ച് കാണുമെന്ന് ഞാൻ കരുതുന്നു. ആ റിപ്പോർട്ട് എന്തായാലും അത് നടപ്പിലാക്കാൻ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രതിജ്ഞാബദ്ധമാണ്. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അതിനകത്ത് എന്ത് നടപടി എടുത്താലും അവരോടൊപ്പമായിരിക്കും ഫെഫ്ക. അതിനകത്തൊരു സംശയം. സാധാരണ ഏത് പരാതി വന്നാലും ഈ ശ്രീനാഥ് ഭാസി, ഷൈൻ കുഞ്ചാത്തി രണ്ട് പേരുമാണ് വരുന്നത്. അതിനപ്പുറത്തേക്കുള്ളവർ ഇതിനകത്തുണ്ട് എന്നൊക്കെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറഞ്ഞു. വ്യാപകമായി ഇതിനകത്ത് അന്വേഷിച്ച് നിർത്തുകയാണ് വേണ്ടത് എന്ന് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞല്ലോ, അത്തരം ആളുകളുണ്ട്, അവരെ ഞങ്ങൾ കാണുന്നുണ്ട്, അത്തരം പരാതികളുണ്ട്. കാരണം ഇപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നിങ്ങൾ പറഞ്ഞ പോലെ 1-2 പേരുടെ പേരുകളാണ് പെട്ടെന്ന് വെളിയിലേക്ക് വരുന്നത്. പക്ഷേ ഈ പേരുകൾക്ക് അപ്പുറമുള്ള പേരുകളുണ്ട്. ഇതിനകത്ത് ആക്ടേഴ്സിനെ മാത്രമല്ല ഞങ്ങൾ ബ്ലെയിം ചെയ്യുന്നത്, ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളുണ്ട്, ഞങ്ങളുടെ അംഗങ്ങളായിട്ടുള്ള ആളുകളുണ്ട്. അവർക്കെതിരെ അങ്ങനെ ഒരു സംഭവം വരുമ്പോൾ യാതൊരു ദാക്ഷിണ്യവുമില്ലാത്ത നടപടി ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. അതിനകത്ത് കാലതാമസമില്ല കേട്ടോ, അതും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം അങ്ങനെ ഒരു ഇൻസിഡന്റ് റിപ്പോർട്ട് ചെയ്ത് ഏതാണ്ട് 1 മണിക്കൂറിനുള്ളിൽ ഫെഫ്കയുടെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് തുടർന്നും ഉണ്ടാവും. മറ്റുള്ള സംഘടനകളിലെ ആളുകൾക്കെതിരെ നടപടി എടുക്കുന്നതിന് ഞങ്ങൾക്ക് പരിമിതികളുണ്ട്, നടപടിയെടുക്കാൻ സാധ്യമല്ലല്ലോ. പക്ഷേ ആ സംഘടനയും കൂടി അറിയിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഇന്ന് ഷൈനിനോട് സംസാരിച്ചത്. ബാക്കിയുള്ളവരോട് സംസാരിക്കാൻ പോകുന്നതും അങ്ങനെ തന്നെയാണ്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഇപ്പോൾ നിർമ്മാണം നടക്കുന്ന മുഴുവൻ ലൊക്കേഷനിലും ഞങ്ങളൊരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഞങ്ങളുടെ അവിടുത്തെ സർവൈലൻസ് കമ്മിറ്റി വളരെ എഫിഷ്യൻ്റായിട്ട് പ്രവർത്തിക്കുന്നത്. ഞങ്ങളുടെ വണ്ടികൾക്ക്, കാരവനുകൾക്ക് കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. മേക്കപ്പുകാർ അസിസ്റ്റന്റ്, കോസ്റ്റ്യൂം അസിസ്റ്റന്റ് തുടങ്ങിയ എല്ലാവർക്കും കർശനമായ നിർദ്ദേശം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഒരു തരത്തിലും ഇത്തരം ഓബ്ജക്ട്സ് സൂക്ഷിക്കാൻ പാടില്ല. ഇപ്പൊ ഞങ്ങൾ ആ നിലപാട് മാറ്റിയുള്ളൂ. ഞങ്ങളിപ്പോ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, താങ്കളൊന്ന് മനസ്സിലാക്കേണ്ട എന്താണെന്ന് വെച്ചാൽ, ഒരിക്കൽ ഒരു റെയ്ഡ് നടന്നു 1000 Babies അല്ലേ, 1000 Babies എന്നുള്ള വെബ് സീരീസിൽ. അത് നമ്മളുടെ നജീം കോയ, ഞങ്ങളുടെ സഹപ്രവർത്തകന്റെ സെറ്റിലാണ് അത് ഉണ്ടായത്. ഒന്നും കിട്ടിയില്ല. അതൊരു കാൽക്കുലേറ്റഡ് മിസ്ഇൻഫർമേഷന്റെ മുകളിലാണ് ആ റെയ്ഡ് നടന്നത്. അതിനകത്തൊരു ഗൂഢാലോചനയുണ്ടെന്ന് അതിലെ ക്രൂ നമ്മളെ ബോധ്യപ്പെടുത്തി. അപ്പോഴാണ് ഞങ്ങൾ ആ നിലപാടെടുത്തത്. ഇപ്പൊ സാഹചര്യങ്ങൾ വ്യത്യസ്തമാണ്. ഇപ്പൊ പോലീസോ എക്സൈസോ ഒന്നും പരിശോധിക്കുന്നതിന് ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. ലൊക്കേഷൻ പരിശോധിക്കുന്നു.
പക്ഷെ അവർ പരിശോധിച്ച് സംഗതികൾ കണ്ടെടുക്കുകയാണെങ്കിൽ ഞങ്ങളുടെ സർവൈലൻസ് കമ്മിറ്റി എഫിഷ്യൻ്റ് അല്ലാന്ന് ഞങ്ങൾ കരുതി. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് അത്രയും എഫിഷ്യൻസിയോടുകൂടി ആ സർവൈലൻസ് കമ്മിറ്റി പ്രവർത്തിക്കണമെന്നാണ് ഞങ്ങൾക്ക്. ഒപ്പം ഞാൻ മന്ത്രി ശ്രീ എം പി രാജേഷുമായിട്ട് സംസാരിച്ചു. അദ്ദേഹമായിട്ട് നേരിട്ട് കാണുന്നുണ്ട്. ഈ പ്രവർത്തനങ്ങൾക്ക് ഏകോപിപ്പിക്കുന്ന നേതൃത്വം നൽകുന്ന ശ്രീ മനോജ് എബ്രഹാം നമ്മളുടെ ബഹുമാനപ്പെട്ട ADGP ആയിട്ട് സംസാരിച്ചു. അദ്ദേഹമായിട്ട് 26-ാം തീയതി ഞങ്ങൾ വൈകുന്നേരം കൊച്ചിയിൽ വെച്ച് നേരിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ഏകോപനം എന്തായാലും ഉണ്ട്. ഒരു ഡ്രൈവാണിത്. പിന്നെ ആ ചോദ്യത്തിന് മറുപടിയായിട്ട് പോലീസും നമ്മളും ഒക്കെ പ്രവർത്തിക്കുന്നത് 100% റിസൾട്ടിന് വേണ്ടിയാണ്. പക്ഷേ ലോകത്ത് ഒന്നും അവസാനിക്കുന്നില്ല. അപ്പോൾ നമുക്കത് പ്രവർത്തിക്കാൻ മാത്രമേ. 2015 ഷൈനെ പിടിക്കുമ്പോൾ അന്ന് ഫ്ലാറ്റിൽ തെളിവുകളുടെ അഭാവത്തിൽ മാത്രമാണല്ലോ കോടതി വെറുതെ. അപ്പൊ ആ ശീലം അന്ന് മുതലേ ഉള്ള ഒരാൾ എന്തുകൊണ്ടാണ് ഈ ശീലം ഇവർ ഉപേക്ഷിക്കാത്തത് പറഞ്ഞു? അല്ല, ഈ നിങ്ങൾക്കും അറിയാവുന്നതുപോലെ ഈ ശീലം ഉപേക്ഷിക്കാത്തത് എന്തുകൊണ്ട് എന്നുള്ളതിന് ഒറ്റ വാചകത്തിൽ മറുപടി പറയാവുന്ന ഒരു ഇത് ഉപയോഗിക്കില്ല. അഡിക്റ്റ് എന്ന് പറയുന്ന ഒരു അതൊരു മാനസികാവസ്ഥയും രോഗാവസ്ഥയുമാണ്. അതൊരു ശാരീരിക അവസ്ഥയും കൂടിയാണ്. അതിന് നമുക്ക് ഒറ്റ വാചകത്തിലുള്ള മറുപടികൾ അസാധ്യമാണ്. അപ്പൊ തീർച്ചയായിട്ടും ഞങ്ങൾ അവരോട് പറഞ്ഞത്, ഞങ്ങൾ അതിനെക്കുറിച്ച് വളരെ കൃത്യമായി അന്വേഷിച്ച് അതിൻ്റെ ചികിത്സാ രീതികൾ വരെ അവർക്ക് കൈമാറുകയുണ്ടായി. അതിനോട് പൂർണ്ണമായും സഹകരിക്കാമെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഷൈൻ മുമ്പെങ്ങും ഇല്ലാത്ത പോലെ ഞങ്ങൾ ഉറപ്പു നൽകിയിട്ടുണ്ട്. എനിക്ക് ഒരു അവസരം കൂടി വേണം എന്നാണ് അദ്ദേഹം ശ്രീ സിബി മലയിലിനോടും എന്നോടും ആവശ്യപ്പെട്ടത്. അപ്പോൾ ഞങ്ങളുടെയൊക്കെ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ആളാണ്. ഞങ്ങൾക്ക് അയാളെ ഒരു ആക്ടർ എന്ന നിലയിൽ ബഹുമാനമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാളെ നമ്മൾ ഒരു കുറ്റവാളിയായിട്ടല്ലല്ലോ കാണേണ്ടത്. ഒരു അവസരം വേണം എന്ന് ചോദിക്കുമ്പോൾ അത് കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ഏറ്റവും ചെയ്യാവുന്ന മനുഷ്യത്വപരമായിട്ടുള്ളൊരു നിലപാട് എന്ന് പറയുന്നത്. അതാണ് ഞങ്ങളിപ്പോൾ അദ്ദേഹത്തോട് ചെയ്തത്. പക്ഷേ അദ്ദേഹത്തോട് ഞങ്ങൾ പറഞ്ഞു, അത് ഞങ്ങളുടെ ദൗർബല്യമല്ല, കാർക്കശ്യത്തിൽ ഒരു കുറവുമില്ല. തീർച്ചയായിട്ടും തീവ്രമായി ആഗ്രഹിക്കുന്നുണ്ട്. അദ്ദേഹം തീവ്രമായി ആഗ്രഹിക്കുന്നു. ഈ ഷൈനെ വിളിച്ചു വരുത്തുമല്ല, ഇതിന്റെ ഡയറക്ടറുണ്ട്. ഡയറക്ടർ നമ്മുടെ യൂണിയനിൽപ്പെട്ടാണ്. അന്ന് ഡയറക്ടർ വാർത്താ സമ്മേളനം വിളിച്ചപ്പോൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം, എന്റെ സെറ്റിൽ വെച്ച് ഇങ്ങനെ ഒരു വിഷയമുണ്ടായിരുന്നു, ഞാൻ അറിഞ്ഞിട്ടില്ല. ഷൈൻ ടോം ജോക്ക് ഇങ്ങനെ ആ പെൺകുട്ടിയോട് മോശമായി പെരുമാറി അങ്ങനെ ഒന്നും വിവരം എന്റെ അടുത്ത് ഇതുവരെ പറഞ്ഞില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല. ഡയറക്ടർ ഒരു വാദം ഉന്നയിച്ചു. അതിനുശേഷമാണ് ഈ കഴിഞ്ഞ ദിവസം ഇന്നലെയൊക്കെ ICUലൊക്കെ വരുന്നത്. ആ ഡയറക്ടറുമായിട്ട് ഫെഫ്കയുടെ കീഴിലാണ് ഡയറക്ടർ വരുന്നത്. ആ ഡയറക്ടറുമായിട്ട് സംസാരിച്ചു. അന്ന് ഇങ്ങനെ ഒരു വിഷയം ഉണ്ടായി, അന്ന് പരാതി നൽകിയിരുന്നു, ഡയറക്ടർ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു, ചോദിച്ചിരുന്നു. പിന്നെ ഫെഫ്കയുടെ ഇദ്ദേഹം ഇന്നലെ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, പകൽ മുഴുവൻ ഉണ്ടായിരുന്നല്ലോ. അദ്ദേഹത്തിൽ നിന്നൊക്കെ ഞങ്ങൾ വിവരം എടുത്തിട്ടുണ്ട്. പക്ഷേ IC എന്ന് പറയുന്ന ഒരു സിവിൽ കോടതിയുടെ അധികാരങ്ങളുള്ള ഒരു ബോഡിയുടെ അന്വേഷണത്തിൽ ഞങ്ങൾ ആരെ ഇടപെടാൻ? അതൊക്കെ അവർ തീരുമാനിക്കട്ടെ. ഇത് അദ്ദേഹം തന്നെ, അതായത് ഷൈൻ തന്നെ ഞങ്ങളോട് സമ്മതിച്ച കാര്യമാണ്. ഞങ്ങൾ അദ്ദേഹത്തോട് സംസാരിച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ ഒരു സ്ഥലത്ത് തിരക്കിൽ നിൽക്കുമ്പോഴാണ് എനിക്ക് ഒരു മാധ്യമത്തിൽ നിന്ന് ഫോൺ കിട്ടുന്നത്. അപ്പോൾ അവരെന്നോട് ചോദിച്ചു, ഷൈൻ ഏതോ ഹോട്ടലിൽ നിന്ന് ചാടി ഓടി, നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? എനിക്കറിയാൻ കൂടി വയ്യ ഷൈൻ എവിടുന്ന ചാടി ഓടിയതെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു ആക്ടർ ചെയ്യുന്ന കാര്യങ്ങൾക്കൊക്കെ നമ്മളും ലയബിൾ ആവുന്നുണ്ട്, ആൻസറബിൾ ആവുന്നുണ്ട്. അത് ഞങ്ങൾക്ക് പറ്റില്ല. അതെങ്ങനെയാ പറ്റാൻ പറ്റുക? അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റില്ലല്ലോ. അതുപോലെ അദ്ദേഹത്തെ ഞങ്ങൾ ഹയർ ചെയ്യുമ്പോൾ ഞങ്ങൾക്കൊരു ഉറപ്പ് വേണം. കാരണം ഇപ്പോൾ അലി ചോദിച്ചൊരു കാര്യമുണ്ടല്ലോ, ആ ഡയറക്ടർ ഇന്നലെ ഇവിടെ വന്നിരുന്നപ്പോൾ അയാളുടെ ആദ്യ സിനിമ ചെയ്യുന്ന ആളാണ്. ആ സിനിമയൊക്കെ എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്. ചെറുപ്പക്കാരനാണ്, 10-32 വയസ്സേ ഉള്ളൂ അയാൾക്ക്. അയാൾ ഉറങ്ങിയിട്ട് ദിവസങ്ങളായി. ആ സിനിമയൊക്കെ അത്രത്തോളം പ്രിയപ്പെട്ടതാണ്. അപ്പോൾ ആ ഒരു മാനസിക വ്യഥയുണ്ടല്ലോ, അത് അഡ്രസ്സ് ചെയ്യുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം, ഞങ്ങളുടെ സംഘടന ലക്ഷ്യം. തീർച്ചയായിട്ടും സഹകരിക്കും. ആ പ്രൊമോഷനിൽ ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം പറയരുതെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രകോപനങ്ങൾ ഉണ്ടാവാം മാധ്യമങ്ങളിൽ നിന്ന്, ഉത്തരം പറയരുത് എന്ന് നിർബന്ധമായിട്ടും പറഞ്ഞിട്ടുണ്ട്. സിനിമയെക്കുറിച്ച് മാത്രം സംസാരിക്കുക. അത് ഞാൻ പറയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു ഉത്തരവാദിത്തപ്പെട്ട ബോഡിയുടെ റിപ്പോർട്ട് വെളി വരുമ്പോൾ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അത് പറയുമല്ലോ. ഞാൻ അതിനകത്ത് അഭിപ്രായം പറയുന്നത് ശരിയല്ലല്ലോ, നിയമപരമായി പോലും ശരിയല്ലല്ലോ. ഞങ്ങൾ അതിനകത്ത് ഇടപെട്ടിട്ടുമില്ല. ഞങ്ങൾ അപ്പോഴും ഇപ്പോഴും ഒക്കെ ആവശ്യപ്പെട്ടിരിക്കുന്ന അവരോട് നിർഭയമായിട്ട് അതിനോട് സഹകരിക്കുക എന്നുള്ളതാണ്. അവർ സഹകരിച്ച് കാണുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഈ ICയുടെ റിപ്പോർട്ട് 2 ഘട്ടത്തിലേക്ക് ചേംബർ പറയുന്നത്, ചേംബറുമായിട്ട്
ചേംബറിന്റെ കമ്മിറ്റിക്കാണ് ഈ റിപ്പോർട്ട് സമർപ്പിക്കേണ്ടത്. പക്ഷെ നിർമ്മാതാക്കൾ പറഞ്ഞ ആ നിർമ്മാതാവാണ് കൊടുക്കേണ്ടത്. ആ നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് കൊടുക്കണം. ഞാൻ അന്വേഷിച്ചപ്പോൾ അതാണ് ശരി. പിന്നെ ചേംബർ എന്താണ് ചില കാര്യങ്ങൾ മാറ്റിയും മറിച്ചും പറയുന്നത്? അത് ചേംബറിനോട് ചോദിക്കുക, എന്നോട് നിങ്ങൾ ചേംബറിന്റെ ഭാഗമല്ലോ. ഞങ്ങൾ ചേംബറിന്റെ ഭാഗമൊന്നുമില്ല. 7 സംഘടനയിൽ ഈ സംഘടന ഇല്ല, അതൊന്നുമില്ല. ഞങ്ങൾ ട്രേഡ് യൂണിയൻ അല്ലേ. ഞങ്ങൾ ട്രേഡ് യൂണിയൻ നടന്മാരെ മാത്രമല്ല കേട്ടോ, ഞങ്ങളുടെ കൂടെ ഉള്ളവരെ ഉണ്ട്. മനസ്സിലായോ? തീർച്ചയായിട്ടും. അല്ല, അത് വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടേ ഞങ്ങൾ ചെയ്യൂ. വളരെ കോൺഫിഡൻഷ്യൽ ആയിട്ടേ ചെയ്യൂ. അത് നിങ്ങളെ അറിയിക്കുകയില്ല. അതിന്റെ വിവരങ്ങളൊക്കെ ഞങ്ങൾ അന്വേഷിച്ച് ഞങ്ങൾക്ക് കിട്ടിയ വിവരങ്ങളൊക്കെ അദ്ദേഹത്തിന് കൈമാറി. അത് എന്താണെന്നറിയോ, ഇദ്ദേഹം ആത്മാർത്ഥമായിട്ട് ഞങ്ങളോട് ഒരു അഡ്മിഷൻ നടത്തി. അദ്ദേഹത്തിന് അതിൽ നിന്ന് പുറത്തു വരണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് ഞങ്ങൾ ചെയ്തത്. ഇനിയുള്ളവർ എങ്ങനെയാണ് ഇതിനോട് പ്രതികരിക്കുക എന്ന് നമുക്ക് അറിയില്ല. എങ്ങനെ പ്രതികരിച്ചാലും ഞങ്ങൾക്കൊരു നിലപാടുണ്ട്. ഞങ്ങളുടെ നിലപാടെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ വർക്ക് സ്പേസിനെ ഡിസ്റപ്റ്റ് ചെയ്യുന്ന ഒരു പരിപാടിയും നമുക്ക് ഇനി അത് കണ്ണടച്ച് മുമ്പോട്ട് പോകാൻ സാധ്യമല്ല എന്നുള്ളതാണ്. ഇതിനകത്ത് മുതൽ മുടക്കുന്നവരുണ്ട്, അധ്വാനിക്കുന്നവരുണ്ട്, ഒരുപാട് പേര്. ഒരു അന്വേഷണം വരികയാണെങ്കിൽ ആ സിനിമയുടെ ഭാവി എന്താവും? വർക്ക് തടസ്സപ്പെടില്ല. അങ്ങനെ ഒരുപാട് കാര്യങ്ങളില്ല. അത് നമുക്ക് എന്തായാലും ഇത് ഞങ്ങള് ഇത്തരത്തിലുള്ള നടപടികളുമായി മുമ്പോട്ട് പോവുകയാണ് എന്നുള്ളത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ ഇന്നലെ അറിയിച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ അവിടെ ചെന്നിരുന്നു. അമ്മ സംഘടനയും അറിയിച്ചിട്ടുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ തൊഴിൽ ദാതാക്കൾ എന്ന് പറയുന്നത് നിർമ്മാതാക്കളാണ്. അൾട്ടിമേറ്റ് ആയിട്ട് സഫർ ചെയ്യാൻ പോകുന്ന തൊഴിലാളികളും നിർമ്മാതാക്കളുമാണ്. ഞങ്ങളുടെ സഹപ്രവർത്തകരാണ് ആക്ടേഴ്സ് അസോസിയേഷൻ അമ്മയിലുള്ളവർ. ഇവർ രണ്ടുപേരെയും ഇന്നലെ ഞങ്ങൾ കൃത്യമായി കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഞങ്ങളിത് സംസാരിക്കുന്നത്. പിന്നെ ഒരു അഭ്യർത്ഥന കൂടി നിങ്ങൾക്കുണ്ട്. ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പലപ്പോഴും നിങ്ങൾ വിളിച്ചിട്ട് എന്താ ഉടൻ പ്രതികരിക്കാത്തതെന്ന് നമ്മോട് ചോദിക്കാറുണ്ട്. എന്താണ് ഉടൻ പ്രതികരിക്കാത്തത്, ഉടൻ നടപടി എടുക്കാത്തത്? ഇതെനിക്ക് തോന്നുന്നു നമ്മളോട് മാത്രമേ നിങ്ങൾ ചോദിക്കാറുള്ളൂ എന്ന് തോന്നുന്നു. ഇവിടുത്തെ പ്രമുഖ രാഷ്ട്രീയ കക്ഷികൾ വലിയ രീതിയിലുള്ള അച്ചടക്ക ലംഘനം അവരുടെ ഉന്നതരായ നേതാക്കൾ നടത്തുമ്പോൾ 1 വർഷമൊക്കെ എടുത്തിട്ടാണ് അവരൊരു നടപടി എടുക്കുന്നത്, അന്വേഷണമൊക്കെ കഴിയുന്നത്. പല സ്ഥാപനങ്ങളിലും അങ്ങനെ തന്നെയാണ്. ഞങ്ങളോട് മാത്രമാണ് എന്തോ ഇൻസ്റ്റന്റ് ജസ്റ്റിസ് എന്ന് പറയുന്നൊരു സംഗതി തോന്നുന്നത്. അതിന് ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള സമയം നിന്നു. ഇപ്പോൾ നിങ്ങൾ അത്രയും ഞങ്ങൾ പെട്ടെന്ന് പ്രതികരിക്കാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയത്. ഇത്രയും കൂടിയാലോചനകൾക്ക് ശേഷം എല്ലാ സംഘടനകളുമായിട്ട് ആലോചിച്ച് വളരെ തീർച്ചയോടുകൂടി നിങ്ങളോട് സംസാരിക്കാൻ പറ്റും. അത് ഇനിയും അങ്ങനെയായിരിക്കും എന്നും കൂടി ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം അവസരം ചോദിച്ചത് ഞങ്ങളോടാണ്. അതിപ്പോ നിങ്ങളോട് പറയുക വഴി അവരെല്ലാം അറിഞ്ഞല്ലോ. തീർച്ചയായിട്ടും അറിയും. അത് പിന്നെ നിർമ്മാതാക്കൾ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും ഞങ്ങളുമായിട്ട് പല കാര്യങ്ങൾക്കകത്ത് ഇരിക്കുന്നത്. ഈ ഫോൺ കഴിഞ്ഞാൽ ഞാൻ രാകേഷിനെ വിളിക്കും, സുരേഷ് കുമാറിനെ വിളിക്കും, ആന്റോ ജോസഫിനെ വിളിക്കും, നമ്മുടെ കൂടെ പ്രവർത്തിക്കുന്നവർ. അവരോടെല്ലാവരും ഞങ്ങൾക്കിടയിൽ യാതൊരു മറകളും ഇല്ല. ഞങ്ങൾ സുതാര്യമായിട്ടാണ് കാര്യങ്ങൾ ചെയ്യാൻ ആശങ്കയില്ലാത്തതായിട്ട് ആരാ ഉള്ളത്? ഇത് കാൽക്കീഴിലെ മണ്ണ് ഒലിച്ചു പോവുകയാണ്. അത് വ്യക്തമായി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളുടെ സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും അഭിമാനത്തോടെ നമുക്ക് മുമ്പോട്ട് വയ്ക്കാവുന്ന ഇൻഡസ്ട്രിയാണ്. ഈ ഇൻഡസ്ട്രിയിൽ ഒരുപാട് പുകമറയ്ക്കുള്ളിലും ഇതിനകത്താണ്. ആരോ പറയുന്നത്, കഴിഞ്ഞ തവണ ലേബർ സെക്രട്ടറി അവര് വിളിച്ചു ചേർത്ത ഒരു മീറ്റിങ്ങിൽ പ്രധാനമായിട്ട് പറഞ്ഞു ഇവിടെ മിനിമം കൂലി ഇല്ലെന്നാണ്. എത്രയോ ഇരട്ടിയാണ് ഇവിടുത്തെ വേതനം മിനിമം കൂലി ഇല്ലെന്ന്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച വേതന വ്യവസ്ഥ നിലനിൽക്കുന്ന ഒരു സ്ഥലമാണ് മലയാളം എന്ന് പറയുന്നത്. സ്ത്രീ ഡാൻസർമാർക്കും പുരുഷ ഡാൻസർമാർക്കും ഒരേ വേതനം കൊടുക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു ഇൻഡസ്ട്രിയാണ് മലയാളം എന്ന് പറയുന്നത്. അപ്പോൾ ക്വാളിറ്റി ഓഫ് കണ്ടന്റിൽ മാത്രമല്ല, തൊഴിൽ അന്തരീക്ഷത്തിലും മറ്റ് ഏതൊരു വ്യവസായത്തെക്കാൾ മുകളിൽ നിൽക്കുന്നത് നമ്മൾ. പക്ഷേ നമുക്ക് ഈ കഴിഞ്ഞ 6 മാസം കൊണ്ട് വന്നിരിക്കുന്ന ചീത്തപ്പേര് എന്തൊക്കെയാണ്? എന്ത് വലിയ സാമാന്യവൽക്കരണം എന്നുള്ളത്. ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്, നിങ്ങളുടെ സഹകരണമില്ലാതെ ഈ ഇൻഡസ്ട്രിക്ക് നിൽക്കാൻ പറ്റില്ല. നിങ്ങൾ തിരുത്തൽ ശക്തിയായിട്ട് തുടരൂ. പക്ഷേ ഒരു കൈ നിങ്ങൾ തന്ന് മുമ്പോട്ട് കൊണ്ടുപോകാനും കൂടി നിങ്ങൾ നോക്കണം. എപ്പോഴും തള്ളി അകറ്റാതെ ഞങ്ങളെ ഒന്ന് കൂടെ നിർത്തി കൊണ്ടുപോകണം എന്നുകൂടിയാണ് എനിക്ക് നിങ്ങളോട്
പറയാനുള്ളത്. കാര്യം എല്ലാ വ്യവസായത്തിലും മാധ്യമങ്ങൾ എല്ലാ ഭാഷയിലും അവരുടെ സിനിമാ വ്യവസായത്തിനോടൊപ്പമാണ് നിൽക്കുന്നത്. നിങ്ങൾ ഞങ്ങളെ വിട്ടുവീഴ്ചയില്ലാതെ വിമർശിച്ചോളൂ, പക്ഷേ സാമാന്യവൽക്കരണം നടത്തുക, ഒരു പുതുധാരണ ഉണ്ടാക്കുക, അത്തരം കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഒന്ന് മാറി നിന്നാൽ കൊള്ളാമെന്നും കൂടി ഒരു അഭ്യർത്ഥനയുണ്ട്. അത് നിങ്ങൾ പർപ്പസ്ഫുള്ളായിട്ട് ചെയ്യുന്നതാണ് എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം നിങ്ങൾക്കും നിങ്ങളുടേതായ വർക്ക് പ്രഷേഴ്സ് ഉണ്ട്, വാർത്തകളുടെ നിർമ്മാണത്തിലെ പ്രഷേഴ്സ് ഉണ്ട്. അതിന് നിങ്ങൾക്ക് ആ ഒരു ട്രാവലിൽ ഇങ്ങനെയൊക്കെ പറ്റിയിരിക്കാം. പക്ഷേ ഇതാണ് സത്യം, ഇതാണ് യാഥാർത്ഥ്യം. സമയം സിനിമയിൽ പെട്ടെന്നുള്ള ടൈറ്റ് ഷെഡ്യൂളിലൊക്കെ ജോലി എടുക്കാനാണെങ്കിൽ പലപ്പോഴും രാത്രിയും രാവിലെയും ഉറക്കൊഴിച്ച് സിനിമ പ്രവർത്തകർ ജോലി ചെയ്യുന്നതാണ്. ഇദ്ദേഹത്തെ ഇരുത്തിയിട്ട് നമുക്ക് ഇങ്ങനെ ചോദിക്കാൻ പറ്റില്ല കേട്ടോ. 20-25 ദിവസം കൊണ്ട് മലയാളത്തിലെ എക്കാലത്തെയും ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള സിനിമ ഉണ്ടാക്കിയിട്ടുള്ള ആളാണ്. അത് അദ്ദേഹമൊക്കെ ഇങ്ങനെ മരുന്ന് കഴിച്ചിട്ടാണോ രാപ്പകലില്ലാതെ സിനിമ തീർത്തതെന്ന് അദ്ദേഹം അദ്ദേഹത്തോട് ചോദിക്കാം. പണ്ട് സിനിമ ചെയ്തതിൽ നിന്ന് ഇൻഡസ്ട്രി മാറിയിട്ടുണ്ടോ സാറിനോട് പറയാൻ പറ്റുക? തീർച്ചയായിട്ടും വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. കണ്ടന്റിൽ മാറ്റം സംഭവിക്കുന്നു, വർക്ക് സ്പേസിൽ ഉള്ള ആൾക്കാരുടെ ഇടപെടലിൽ മാറ്റം സംഭവിക്കുന്നുണ്ട്. മാറ്റങ്ങളെ നമുക്കൊരിക്കലും തടഞ്ഞു നിർത്താൻ പറ്റില്ല. മാറ്റങ്ങളെ ഏറ്റവും പോസിറ്റീവാക്കി കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ഇൻഡസ്ട്രി ആയിട്ട് മാറണമെന്ന്. അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ഇതിനകത്ത് ഇത്രയും ആലോചനകൾക്ക് ശേഷമാണ് നമ്മളിങ്ങനെ നിങ്ങളെ കാണാൻ വരുന്നത് പോലും അത് വളരെ ക്രിയാത്മകമായിട്ട് പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിട്ട് തന്നെയാണ്. ഹേമ കമ്മിറ്റിയുടെ കാര്യങ്ങൾ വന്നപ്പോഴും ഉണ്ടായ ആരോപണം നേരത്തെ ഉണ്ണികൃഷ്ണൻ പറഞ്ഞ പോലെ എന്തുകൊണ്ട് പെക്ക പ്രതികരിക്കുന്നില്ല. പെക്ക സമയമെടുത്ത് 4 ദിവസത്തോളം എല്ലാ അംഗസംഘടനകളെ വിളിച്ചു വരുത്തി ഒരു പൊതുധാരണ ഉണ്ടാക്കിയ ശേഷമാണ് നമ്മൾ നടപടിയെടുക്കുന്നത്. അങ്ങനെ തന്നെയാണ് നമ്മൾ എല്ലാ കാലത്തും ചെയ്യുന്നത്. ഇൻഡസ്ട്രി നന്നാകുക എന്നുള്ളത് നമുക്ക് ഒരു ദിവസം വാർത്താമാധ്യമത്തിൻ്റെ മുമ്പിൽ വന്നിരുന്നുകൊണ്ട് എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ നടത്തി മാറിപ്പോകുക എന്നുള്ളതല്ല, അത് നടപ്പിൽ വരുത്തുക എന്നുള്ള ഉത്തരവാദിത്തത്തോട് തന്നെയാണ്. നമ്മളുടെ ഈ എക്സൈസ് കമ്മീഷണറെ ഞങ്ങളുടെ വേദിയിൽ വിളിച്ചു വരുത്തി ഞങ്ങൾ ഈ ഒരു ക്യാമ്പയിനുമായി, ഈ ആൻറ്റി ഡ്രഗ്സ് ക്യാമ്പയിനിൻ്റെ ഞങ്ങളുടെ എടുക്കുന്ന റെസ്പോൺസിബിലിറ്റി അദ്ദേഹത്തിന് രേഖാമൂലം നൽകിക്കൊണ്ടാണ് തുടങ്ങിയിരിക്കുന്നത്. അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. മാറ്റം എന്ന് പറയുന്നത് ഉണ്ടാവണം, മാറ്റമില്ലാത്തതായി മാറ്റം മാത്രമേ ഉള്ളൂ എന്നാണല്ലോ വലിയ ചിന്തകൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ മാറ്റങ്ങൾ വേണം, മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ മുമ്പോട്ട് പോകേണ്ടത്. പക്ഷേ ആ മാറ്റം എന്ന് പറയുന്നത് ഏറ്റവും കൺസ്ട്രക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കണം. വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന ചിത്രങ്ങളാണ് കൂടുതൽ വരുന്നത്. അവിടെ ഞങ്ങളെ ഒരു മോറൽ പോലീസിങ് ഞങ്ങളുടെ ലക്ഷ്യമല്ല. കണ്ടന്റ് എന്ന് പറയുന്നത് ഈ രാജ്യത്ത് നിലനിൽക്കുന്ന സംവിധാനമുണ്ട്. നിങ്ങൾക്കറിയാവുന്നില്ല, CBFC പോലുള്ള സംവിധാനങ്ങളുണ്ട്. ഞങ്ങൾ ഒരിക്കലും ഞങ്ങളുടെ അംഗങ്ങളുടെ സർഗാത്മകതയിലോ അവരുടെ ഒരു ക്രിയേറ്റീവ് ഫ്രീഡത്തിലോ ഒന്നും കയറി ഞങ്ങൾ ഇടപെടാൻ ഉദ്ദേശിക്കുന്നില്ല. അത് പൂർണ്ണമായി അവർക്ക് ഞങ്ങൾ വിട്ടുകൊടുക്കും. അതിന് ഇവിടെ ഈ രാജ്യത്ത് നിലനിൽക്കുന്ന ചില സംവിധാനങ്ങളുണ്ട്, അവർ നോക്കട്ടെ. നമുക്ക് വേണ്ടതെന്താ, വളരെ ഹാർമണിയോടുകൂടി മനസമാധാനത്തോടുകൂടി എല്ലാവർക്കും വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്ക് സ്പേസ്, അങ്ങനെ ഒരു എൻവയോൺമെൻറ്റ്, അതാണ് നമുക്ക് വേണ്ടത്. അത് നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള ഒരു ബോധ്യമാണ് ഇപ്പോൾ ഞങ്ങൾക്കുള്ളത്. ആ ബോധ്യത്തിൽ ക്രിയാത്മകമായിട്ട് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന വളരെ ഒരുപക്ഷെ പരിമിതമായ കാര്യങ്ങളായിരിക്കാം, പക്ഷെ അത് ഞങ്ങൾ മുമ്പോട്ട് വയ്ക്കുമ്പോൾ അത് നിങ്ങളെ അറിയിക്കണമെന്നും നിങ്ങളുടെ പിന്തുണ ആവശ്യമുണ്ടെന്നും തോന്നിയത് കൊണ്ടാണ് നമ്മൾ തമ്മിൽ കാണുന്നത്. അപ്പോൾ ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കാണാം, സംസാരിക്കാം. പല സിനിമകളും നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ കംപ്ലൈന്റുകൾ പോകാറുണ്ട്. നിർമ്മാതാക്കളുടെ സിനിമകൾ കംപ്ലൈന്റ് ഒക്കെ അറിയുന്നുണ്ട്. ആ സിനിമ പിന്നെ മുന്നോട്ട് പോകട്ടെ എന്ന നിലയിലേക്ക് വീണ്ടും സംസാരം വരുന്നു. അവിടെ വെച്ച് പ്രശ്നങ്ങൾ തീർക്കുകയാണ്. പല സിനിമയും അങ്ങനെയാണ്. എന്ത് പ്രശ്നം? ചില സിനിമകൾ ഇങ്ങനെ നടപ്പാൻ സമയത്ത് വരുന്നില്ല, ഇത്രയൊക്കെ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. കംപ്ലൈന്റുമായിട്ട് നിർമ്മാതാവ് പോകുന്നു, അല്ലെങ്കിൽ ഡയറക്ടർമാർ പോകുന്നു, അല്ലെങ്കിൽ അതിന്റെ പണം പഠിക്കാൻ ആരെങ്കിലൊക്കെ പോകുന്നു. അവിടെ വെച്ച് ഒരു ചർച്ച നടക്കുമ്പോൾ അത് സിനിമ മുന്നോട്ട് പോകാൻ വേണ്ടിയാണ്, അപ്പൊ നമുക്ക് ഇത് ഒത്തുതീർപ്പിലേക്ക് പോകാം. അങ്ങനെ സിനിമ വീണ്ടും തുടരുന്നു. അതിനുശേഷം സിനിമ എല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും പരാതിയായിട്ട് വരും. ആ തുടക്കത്തിലെ ഒത്തുതീർപ്പിലേക്ക് നിൽക്കാതെ അന്ന് തന്നെ ഒരു നടപടിയിലേക്ക് പോവുകയാണെങ്കിൽ ഈ വിഷയങ്ങളൊന്നും ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകത്തില്ലല്ലോ. അല്ല, ഗിവിങ് എ സെക്കൻഡ് ചാൻസ് എന്ന് പറയുന്നത് വലിയ കാര്യമല്ലേ. അത് നടന്ന് അത് നടക്കാതെ വരുമ്പോൾ ഈ മുട്ടുമ്പോഴാണല്ലോ നമ്മൾ അതിനകത്ത് പ്രതികരിക്കാൻ പറ്റുന്നത്. ഇത്തരം അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്, ഇത്തരം പ്രശ്നങ്ങളുടെ കഴിവതും നമ്മൾ ഒരു സിനിമ കംപ്ലീറ്റ് ചെയ്യാനും വിട്ടുവീഴ്ചകൾ ചെയ്യാനുമാണ് സിനിമ. പക്ഷേ ഇപ്പോഴത്തെ നില അതല്ല. ഇപ്പോഴത്തെ നില എന്ന് പറയുന്നത് ചില കർക്കശമായ നിലപാടുകൾ ആവശ്യപ്പെടുന്നുണ്ട് ഇപ്പോഴത്തെ അവസ്ഥ. അതിലാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു നിലപാടെടുത്തിരിക്കുന്നത്. മതി, താങ്ക് യു.